സൃഷ്ടഭാവത്തിൽ മനസ്സുകൊണ്ട് ഇടവമിത്രപുരിത്ത അഭിമുഖിയാണ് തോമസ് മാർഗസ്ത്രീവേദി വേദികളിലും സദസ്സിലുമായിട്ട് ഭൂഷ്ഠരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ, കൗൺസിൽ അംഗങ്ങൾ, ബാബ തിരുമേനിയുടെ സ്വീകരണത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ വേദിയിലെ സ്വാഗത പ്രസംഗത്തിനായിട്ട് നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് യോർദാൻ നദിയാണ്. യോഹന്നാൻ സ്നാപകൻ മബൂദീസ നിർവഹിക്കുന്നിടത്തേക്ക് കർത്താവ് കടന്നു വരുന്നതാണ്. പരിശുദ്ധ സഭയുടെ കാതോലിക്കായും മലങ്കര മിത്രാപൊലീത്തയുമായ ബാബ തിരുമേനി ഈ പാത്തിരക്കൾ വികാരിയതിൻ്റെ കൊണ്ട് അധികാരിയാണ്. ബാബായുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ശിരസാവഹിച്ചുകൊണ്ടാണ് ഈ പാത്തിരക്കൾ വികാരിയേറ്റ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ദേശത്തിന് ഒട്ടും അന്യനല്ല ബാബ തിരുമേനി. നമുക്ക് മുമ്പ് ഈ ദേശത്ത് നിന്ന് ദേശത്തിൻ്റെ പരിലാളനകൾ അനുഭവിച്ച് ഇവിടെ ഉന്നതമായ വിദ്യാഭ്യാസം നിർവഹിച്ച് ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അയർലൻഡിലെ പ്രവാസി മലയാളികളുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് നിലനിൽക്കുന്ന സൃഷ്ടബാബ തിരുമേനി ഒരർത്ഥത്തിൽ ഈ പാത്തിരക്കൾ വികാരിയറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ അംഗങ്ങളിൽ ഐറിഷ് പ്രവാസികളുടെ ഒരു പ്രതിനിധിയായിട്ട് കൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നലെ ഗോൾഡയിൽ വെച്ച് ബാബ തിരുമേനി സംസാരിക്കുമ്പോൾ ബാബ തിരുമേനി കൽപ്പിച്ച് സംസാരിച്ചത് അയർലൻഡിലെ ആദ്യകാല പ്രവാസികളുടെ നൊമ്പരത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. ആരാധനയെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെയുള്ള നൊമ്പരങ്ങളും വേദനകളുമൊക്കെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ നൊമ്പരം കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ബാവായുടെ അന്നാളുകളിലെ നൊമ്പരത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമായിരിക്കാം ഇന്ന് അയർലൻഡിൻ്റെ ഭൂരിഭാഗം കൗണ്ടികളിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന 19 ആരാധനാലയങ്ങളുള്ള അയർലൻഡിലെ പാത്രിയർക്കൽ വികാരിയേറ്റ്. ഇന്ന് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ അയർലൻഡിലെ പാത്രിയർക്കൽ വികാരിയേറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ക്രൗഡാണിത്. ഈ ക്രൗഡ് ഇവിടെ കടന്നു വന്നത് ഒരു ഇടയൻ്റെ ശബ്ദം കേട്ടിട്ടാണ്. സൃഷ്ട ബാബ തിരുമേനിയുടെ ശബ്ദം കേട്ടിട്ടും ബാബ തിരുമേനിയുടെ തൃക്കരമുത്തി അനുഗ്രഹം പ്രാപിക്കുവാനുമാണ്. നൈർമല്യമുള്ളതായ പുഞ്ചിരിയും സ്നേഹത്തോടെയുള്ള പരിചരണവും കൊണ്ട് യാക്കോബായ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച യാക്കോബായ സുറിയാനി സഭയുടെ അനുഗ്രഹമായ അഭിമാനമായ വ്യവഹാരമല്ല പരിഹാരമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് നിരന്തരമായി വിശ്വാസി ഗണത്തെ ഓർമ്മപ്പെടുത്തുന്ന
അജഗണങ്ങളുടെ നല്ല ഇടയനെ ഇടവക മെത്രാപ്പോലീത്ത അഭിമന്യ അലക്സാന്ദ്രിയോസ് തിരുമേനിയുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ ചരിത്രത്തിലെ കുഷ്ഠരോഗികളുടെ മധ്യേ കർത്താവിൻ്റെ സ്നേഹം ധരിച്ച് ശുശ്രൂഷ നിർവഹിച്ച മഹാ ഇടയൻ ഫാദർ ഡാമിയൻ്റെ മാതൃകയിൽ യാക്കോബായ സുറിയാനി സഭയുടെ ശുശ്രൂഷ സേവന രംഗത്ത് അതുല്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിമന്യ മോർ അലക്സാന്ദ്രിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ പാത്രിയാർക്കൽ വികാരിയറ്റിന് കൈവരിക്കുവാൻ സാധിച്ചത് നിരവധി നേട്ടങ്ങളാണ്. പുതിയ ആരാധനാലയങ്ങൾ ആരംഭിക്കുന്നതിൽ, ഭക്തസംഘടനകളെ ശക്തിപ്പെടുത്തുന്നതിൽ, വൈദികരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ, കൗൺസിലിന് സ്നേഹനിർഭരമായ ശാസനയും മാർഗനിർദ്ദേശവും നൽകുന്നതിൽ, വിശ്വാസി സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിൽ, അതിനെല്ലാം ഉപരിയായിട്ട് ഈ കൂടിവരവിന് ഏറ്റവും ഭംഗിയായി നേതൃത്വവും പ്രാർത്ഥനയും നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്തായെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സമയം അധികരിച്ച വേളയിൽ അധികമൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെ ഫലമാണ്. നമ്മുടെ കൗൺസില് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലായിട്ട് ഇക്കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ബാവായുടെ സ്വീകരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി വലിയ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു. ബഹുമാനപ്പെട്ട വൈദികര് ചങ്ക് പോലെ കൂടെ നിന്നു. ഭക്തസംഘടനാ ഭാരവാഹികളും നമ്മുടെ ശുശ്രൂഷക സംഘവും ഭദ്രാസന ഗായക സംഘവും നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും വിവിധ ഇടവകളുടെ ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, ഇടവക അംഗങ്ങൾ എല്ലാവരും കൈമയും മറന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇഗ്നാത്യോസ് നൂറോനോ ബാവ ഓർപ്പിച്ചതുപോലെ ഇടയൻ എവിടെയാണോ അവിടെയാണ് സഭയെന്ന് വാക്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇടയനായ നമ്മുടെ കാതോലിക്ക ബാവ തിരുമേനിയുടെ ശബ്ദവും സാന്നിധ്യവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നത് നിങ്ങളുടെ ഒരുമയാണ്, നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ സ്നേഹനിർഭരമായ മനോഭാവമാണ് ഈ ദിവസത്തിൻ്റെ ക്രമീകരണത്തിൻ്റെ യഥാർത്ഥമായ രഹസ്യം. എല്ലാവരെയും വളരെ താഴ്മയോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. Thank you, Joviachan, for your warm welcome and kind words. Now, dear brothers and sisters, it's my privilege to invite a great spiritual father who has been a guiding force for our church in this land. His Grace Thomas More Alexandrios, Metropolitan Patriarchal Vicar of Ireland Diocese. His Grace has carried out his mission here with zeal and dedication, nurturing the faithful and upholding the apostolic traditions of our Holy Church. Much like St. Paul, who said, "Woe to me if I do not preach the gospel," His Grace has tirelessly proclaimed the gospel in word and deed. With great love and respect, let us now welcome His Grace Thomas More Alexandrios to deliver the presidential address. ദൈവതിരുനാമത്തിന് മഹത്വം. ശ്രേഷ്ഠ ബാവ തിരുമേനി, മന്ദിരായ വൈദിക ശ്രേഷ്ഠര്, സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്ര മുഹൂർത്തമാണ്. സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന, സുവർണ ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു ചരിത്ര മുഹൂർത്തം. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും യാക്കോബായ സഭയുടെ പരിശുദ്ധനായിരുന്ന, മലങ്കരയിലെ ഏകപരിശുദ്ധൻ, പ്രഖ്യാപിത പരിശുദ്ധനായിരുന്ന, ആദ്യപരിശുദ്ധനായിരുന്ന മോർ ഗ്രിഗോറിയോസ് ചാത്തുരത്തിൽ തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ, 2 ശ്രേഷ്ഠ കാതോലിക്കമാരെ പരിചരിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം കിട്ടിയ വലിയ ഇടയൻ പെരുമ്പള്ളി തിരുമേനി കൊച്ചുനാളിലെ വിളിച്ചു വേർതിരിച്ച്
അദ്ദേഹത്തിൽ കണ്ട കഴിവുകളെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് ദാനമായി കൊടുത്ത വലിയ ശ്രേഷ്ഠൻ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ നിയോഗം അത് സഭയ്ക്കൊരു പുതുചരിത്രമായിരുന്നു. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സുറിയാനി സഭ സഭകളുടെ മാതാവാണ്. കാരണം സത്യവിശ്വാസത്തിൽ നിലനിന്ന രക്തസാക്ഷികളെ കൊണ്ട് നിറഞ്ഞ, സത്യവിശ്വാസത്തിന് ജീവൻ വെടിയേണ്ടി വന്ന പിതാക്കന്മാരാൽ അലങ്കരിക്കപ്പെട്ട ഒരു സഭ. ഈ മലങ്കര സഭയിലും പ്രിയമുള്ളവരെ, നമ്മുടെ പുണ്യപിതാക്കന്മാർ അനുഭവിച്ച തീവ്രത, കൂനംകുരിശിലെ ആലയത്ത് കെട്ടി അവർ ചൊല്ലിയ വിശ്വാസ പ്രഖ്യാപനം, മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഓരോ വിപരീതങ്ങൾ കടന്നു വന്നപ്പോഴും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച പരിശുദ്ധ അന്തിക സിംഹാസനത്തിൻ്റെ കരുതല്, ഒടുവിൽ നൂതന സിംഹാസന പദവുമായി പാലക്കുന്നത്തെ മെത്രാപ്പൊലീത്ത കടന്നു വന്നപ്പോൾ യാക്കീമോർ കൂറിലോസ് തിരുമേനിയുടെ വിശ്വാസത്തിൽ അടിച്ചതുമായ ഒരു ജീവിതം എന്നെ മുളർന്നുരുത്തിക്കാറി. അവിടെ നിന്നും സത്യവിശ്വാസം മണമുറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസ സമൂഹം. വീണ്ടും ഈ സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിക്കപ്പെട്ടതും മുളന്തുരുത്തി പള്ളിയുടെ ചരിത്രമാണ്. 2-ാം യെരുശലേം എന്നറിയപ്പെടുന്ന മുളന്തുരുത്തി പള്ളി, അവിടെ നിന്നും സഭ വീണ്ടും വളർന്നു. ഇവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയമുള്ളവരെ. മുന്നോട്ട് കടന്നു പോകുമ്പോൾ ചാത്തരത്തിൽ തിരുമേനിക്കും പൗലോസ് മാർ കൂറിലോസ് തിരുമേനിക്കും ജന്മം കൊടുത്ത മുളന്തുരുത്തി മർത്തോമൻ പള്ളി, അവിടെ നിന്നാണ് ഈ പിതാവ് ജന്മം കൊണ്ട് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. അന്നത്തെ പിതാക്കന്മാർക്ക് വിശ്വാസത്തിലായിരുന്നു. അവരെ നയിച്ച യാക്കി കൂറിലോസ് തിരുമേനി, അവരെ നയിച്ച ചാത്തരത്തിൽ തിരുമേനി, അവരെ നയിച്ച പൗലോസ് മാർ കൂറിലോസ് തിരുമേനി. അവരുടെ വിശ്വാസം ജീവൻ പോകേണ്ടി വന്നാലും ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞൊരു തലമുറയുടെ പിൻഗാമിയാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ശ്രേഷ്ഠ ബാവ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നത് ഒത്തിരി പള്ളികൾ നഷ്ടപ്പെട്ടതിൻ്റെ മുന്നിലാണ്. ഞങ്ങൾക്കേറെ പ്രതീക്ഷയാണ്, ഞങ്ങൾക്കേറെ പ്രത്യാശയാണ്. അന്ന് ബാവ അവരുടെ ശ്രേഷ്ഠ ബാവ ഈ സമയാലുമായി ദൈവം തെരഞ്ഞെടുത്തു. ആളുകൾ ഉയർത്തെഴുന്നേറ്റു, കണ്ണുനീര് മാറ്റി. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നഷ്ടപ്പെട്ട പള്ളികളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഞങ്ങളുടെ വിശ്വാസം നിലനിർത്തുവാൻ, ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പറ്റിയ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുകൾ ശ്രേഷ്ഠഭാവ ശ്രേഷ്ഠഭാവ പിന്തുടർന്ന തുടങ്ങി വച്ച അതൊക്കെ പിന്തുടരുവാൻ പറ്റിയ ആളുകളെയും തെരഞ്ഞെടുത്തു. അത് നാം പ്രതീക്ഷയോടെ മുളന്തുരുത്തി ഒരു മാറ്റം, മുളന്തുരുത്തി തെളിയിച്ച ആ തിരി ശ്രേഷ്ഠ വീണ്ടും ആളിക്കെത്തുവാൻ, അത് തലമുറകളിലേക്ക് പകരുവാൻ, നമ്മുടെ ദേവാലയങ്ങളിലേക്ക് വീണ്ടും ചൈതന്യം ഉണ്ടാകുവാൻ, നഷ്ടപ്പെട്ട ദേവാലയങ്ങൾ തിരികെ ലഭിക്കുവാൻ, ഇല്ലായ്മ പുതിയ ദേവാലയം ഉയരുവാൻ ശ്രേഷ്ഠഭാവത്തിന്റെ നേതൃത്വത്തിന് സാധിക്കുന്നത്. ഞങ്ങളുടെ ധീരതയുടെ നീക്കുവാൻ ശ്രേഷ്ഠപിതാവിന് സാധിക്കുന്നതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്കാദ്യമായി തോമസിൽ നിന്നും ഡീക്കൻ തോമസായി ഉയർത്തിയത് ശ്രേഷ്ഠഭാവനാണ്. അതുപോലെ എന്നെ മെത്രാപ്പൊലീത്തയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ചങ്കാകുന്നത് ശ്രേഷ്ഠഭാവ തിരുമേനിയാണ്. ഇത് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ ആ പഴയ കാലങ്ങളൊന്ന് ചിന്തിച്ചു പോയി. അന്ന് തിരുമേനിയുടെ കാപ്പായിച്ചു വന്നുകൊണ്ട് പുറത്തുവെ പോയ ആ തോമസ് എനിക്കുള്ളത് ബാബയെ ശുശ്രൂഷിക്കുവാൻ ആദ്യമായി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ ഇത്രയും ജനങ്ങൾ വന്നു ചേർന്നത് ശ്രേഷ്ഠഭാവങ്ങളുള്ള കരുതലും സ്നേഹവുമാണ്, പ്രതീക്ഷയും സ്വപ്നവുമാണ്. അതുകൊണ്ടാണ് ഇത്ര തിരക്കിനിടയിൽ ഇത്രയും സെക്രട്ടറി ജോബ് ബിമോൻസ് കറിയാച്ചൻ, അതുപോലെ സുനിൽ എബ്രഹാം, ഭദ്രാസനത്തിലെ വൈസ് പ്രസിഡന്റ് ജിനു അച്ഛൻ,
അതുപോലെ തന്നെ നമ്മുടെ വൈദിക വൈസ് പ്രസിഡന്റ് ബിജോയ് അച്ഛൻ, അതുപോലെ ഭദ്രാസനത്തിൻ്റെ അസിസ്റ്റന്റ് ട്രഷറർ, എല്ലാവരെയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കും. നിങ്ങളുടെ ഈ വലിയ താല്പര്യം അത് ദൈവം തീർച്ചയായും പ്രതിഫലം നൽകും. വന്നു ചേർന്ന എല്ലാവരെയും തീർച്ചയായും അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. നിങ്ങളെയൊക്കെ ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠ ബാവ തിരുമേനിയുടെ തൃപ്പാദത്തിങ്കൽ ഈ ഭദ്രാസനത്തിനുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Tirumeni, for your encouraging and fatherly words. Now, it's my privilege to invite dear Father Gino Joseph, the Vice President, Patriarchal Vicariate of Ireland, for the felicitation speech. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കരയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബുൻമോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ, നമ്മുടെ ഈ പാട്രിയർക്കൽ വികാരായിരിക്കുന്ന അഭിവന്യ തോമസ് മോർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലീത്ത, ഈ വേദിയിലായിരിക്കുന്നതായ മറ്റ് വൈദിക ശ്രേഷ്ഠരെ, കൗൺസിൽ അംഗങ്ങളെ, പള്ളി പ്രതിപുരുഷന്മാരെ, അതോടൊപ്പം തന്നെ ഇന്ന് പരിശുദ്ധ ബാവായെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കടന്നു വന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, അയർലൻഡിലുള്ളതായ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഇന്നേ ദിവസം ഒരിക്കലും മറക്കാനാവാത്തതായ ഒരു സുദിനമാണ്. പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതായ ഈ പുണ്യഭൂമിയിൽ, ഈ പരിശുദ്ധമായിരിക്കുന്ന ദേവാലയത്തിൽ ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വരികയും പരിശുദ്ധമായിരിക്കുന്ന ബലിയർപ്പിച്ച് നമ്മെ ഏവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. അയർലൻഡിലുള്ളതായ സത്യവിശ്വാസികൾക്ക് അവരുടെ ആധ്യാത്മികമായ ജീവിതത്തിലെ വളർച്ചയ്ക്കും പുരോഗതിക്കും ശ്രേഷ്ഠ ബാവായുടെ ഈ എഴുന്നള്ളി വരവ് തീർച്ചയായിട്ടും അത് അനുഗ്രഹപ്രദമായി തീരും. അവരുടെ സാക്ഷി ജീവിതത്തിന് അത് വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 1988 കാലങ്ങളിൽ പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് വൈദികനായിരുന്ന സമയത്ത് ഈ അയർലൻഡ് ദേശത്തേക്ക് കടന്നു വരികയും തൻ്റെ ഉപരിപഠനം ഏകദേശം 3-5 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് 2017 ജനുവരി മാസത്തിൽ വീണ്ടും അയർലൻഡിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിച്ചു. അതിനുശേഷം 9 വർഷങ്ങൾക്ക് ശേഷം ദൈവനിയോഗത്താൽ ശ്രേഷ്ഠ ബാവ എന്ന സ്ഥാനം ദൈവനിയോഗത്താൽ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ കാണുവാൻ, ശ്രേഷ്ഠ ബാവയുടെ സ്നേഹം, ശ്രേഷ്ഠ ബാവയുള്ളതായി കരുതൽ, അത് നമ്മോട് എത്രമാത്രമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ ദേശത്തേക്ക് ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈ എഴുന്നള്ളി വരവ് കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മുടെ പാട്രിയർക്കൽ വികാർ അഭിവന്യ തോമസ് മോർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പോലീത്തായുടെ കൽപ്പനപ്രകാരം, നിർദ്ദേശപ്രകാരം നമ്മുടെ ഇടവകയുടെ പള്ളി പ്രതിപുരുഷന്മാർ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, മറ്റ് ഇടവകയിലെ മറ്റ് പ്രതിനിധികൾ, ഭക്തസംഘടനാ പ്രവർത്തകർ, ഇവരെല്ലാവരും ചേർന്ന് കഴിഞ്ഞ വലിയ 2-3 മാസങ്ങളിലായിട്ട് ശ്രേഷ്ഠ ബാവായുടെ ഈ എഴുന്നള്ളി വരവ് ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ, ഏറ്റവും അനുഗ്രഹമായി തീർക്കുവാൻ കുറേ യോഗങ്ങൾ, കുറേ മീറ്റിങ്ങുകളൊക്കെ നടത്തി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. സ്വന്തം ജോലികളെല്ലാം മാറ്റിവെച്ച് ഈ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ഒട്ടനവധി ആളുകളുണ്ട്. നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ, പ്രത്യേകിച്ച് സെക്രട്ടറി, ട്രസ്റ്റി, അതോടൊപ്പം തന്നെ കൗൺസിൽ അംഗങ്ങൾ, പള്ളി പ്രതിപുരുഷന്മാർ, ഇടവകയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രേഷ്ഠ ബാവായുടെ തൃപ്പാദത്തിങ്കൽ എല്ലാവിധമായിരിക്കുന്ന മംഗളാശംസകളും നമ്മുടെ ഭദ്രാസന കൗൺസിലിന് വേണ്ടിയും നമ്മുടെ ഇടവക പ്രതിനിധികൾക്ക് വേണ്ടിയുമൊക്കെ ശ്രേഷ്ഠ ബാവായുടെ തൃപ്പാദത്തിങ്കൽ തൃക്കരം മുത്തി ഈ സമയത്ത് എല്ലാവിധമായ മംഗളാശംസകളും സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇന്ന് ഈ നിറഞ്ഞ സാന്നിധ്യം. ഏകദേശം 1000-ഓളം ആളുകളാണ്, 1000-ന് മേലെ ആളുകളാണ് ഇന്ന് ദേവാലയത്തിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും കാലഘട്ടങ്ങളിൽ സത്യവിശ്വാസം നിലനിർത്തുവാൻ
അയർലൻഡിലെ വിശ്വാസികൾ ഒന്നടങ്കം ഇടവകളാകട്ടെ മറ്റ് ഭക്തസംഘടനാ പ്രവർത്തകരായിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സൃഷ്ടഭാവായോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. Thank you, Jinacha. Your words reminds us of the blessings we received through the leadership of our Baba Tirumeni. With the deepest gratitude, I call upon Reverend Father Bijoy Karuguril, the Secretary, Priest Association, for the felicitation speech. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ ബാബ തിരുമേനി, നമ്മുടെ ഇടവകമിത്ര പുരീത്ത തിരുമേനി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വന്യവൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവുമുണ്ട്. നമ്മുടെ സഭയുടെ ഓരോ നിമിഷവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു നിറവാണ് ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ നടയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒറ്റ ഒരു അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. 2004 മഞ്ഞിനിക്കര ദേറായിൽ പഠനത്തിനായിട്ടൊരു കൊച്ചു ബാലനായിട്ട് ഞാൻ കടന്നു ചെന്നതാണ്. അഭിമന്യു കുര്യാക്കോസ് മാർ യൂലിയോസ് തിരുമേനിയാണ് മഞ്ഞിനിക്കര ദേറായിലേക്ക് കൊണ്ടുപോകുന്നത്. ദേറായുടെ പെരുന്നാളിൻ്റെ സമയത്ത് ബാബാ തിരുമേനി അന്ന് തിരുമേനിയായിരിക്കുമ്പോൾ നേരത്തെ കടന്നു വരും. 2 മണിയൊക്കെ ആകുമ്പോൾ മഞ്ഞിനിക്കരയിലേക്ക് കടന്നു വരും. ആ ഖബറിൻ്റെ അടുക്കൽ ഒരു കസേരയിട്ട് ഡ്രൈവറായിട്ടുള്ള രാജൻ ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് വിടും. ബാബ കസേരയിലിരുന്ന് ധ്യാനിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഈ കൊച്ചു പിള്ളേരോട് ബാബയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ബാബ വിളിച്ചു ചോദിക്കും, മോനെ സുഖമായിട്ടിരിക്കുന്നു, ഒരിത്തിരി വെള്ളം കൊണ്ടുവരാമെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. ബാബ പറയും, സുഖമായിരിക്കുന്നു. ബാബ ഇത് ഉറക്കുന്നുണ്ടാവില്ല, കാരണം ഒരുപാട് ആളുകളെ കാണുന്നതാണല്ലോ. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മഞ്ഞിനിക്കര ദേറായിൽ ഒരു 3 മേൽ കുർബാനയുടെ ഒരു കൂപ്പൺ വരുന്നത്. എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് ഞാൻ ആ കൂപ്പണുമായിട്ട് തിരുമേനിയുടെ അടുക്കൽ ചെന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, ഈ കൂപ്പൺ എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴിക്ക് തിരുമേനി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതിനെന്താ മോനെ, ഞാൻ എടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ പേരെഴുതിക്കോ, ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി എന്നാണ് പറഞ്ഞു. ഞാൻ ആ കൂപ്പണം കൊണ്ട് തിരിച്ചുപോയി. അവിടുത്തെ ദിവനാസ്യോസ് തിരുമേനിയോട് തിരുമേനിയാണ് അറിയിച്ച് തിരുമേനിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കൂപ്പൺ എഴുതിയിട്ടുണ്ടെന്ന്. എന്നെ പറയാത്ത വഴക്കൊന്നുമില്ല. നിനക്കതാരാണെന്നറിയാമോ? അത് ഈ സഭയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നൊരു തിരുമേനിയാണ്. എന്തിനാ അവിടെ പോയി തിരുമേനിയുടെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ തിരുമേനി ചെയ്തത്, അവിടെ രാജൻ ചേട്ടനെ വിട്ട് ആ കൂപ്പണിൻ്റെ മുഴുവൻ തുകയും എന്നെ ഏൽപ്പിച്ച്, പിന്നെ എപ്പോൾ കണ്ടാലും തിരുമേനി എന്നെ വിളിച്ചിട്ട് എന്നോട് വിശേഷം ചോദിക്കും. മോൻ എന്താണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. നന്നായി വരണം, നല്ല അച്ഛനായിട്ടൊക്കെ വളരെ മിടുക്കനായി വരണം. പിന്നെ കാലങ്ങൾക്കപ്പുറം ശ്രേഷ്ഠ ബാബായായതിനു ശേഷം ഞാൻ തിരുമേനിയുടെ ഒരു മെസ്സേജ് കണ്ടു. ഞാൻ പൈതലായിരിക്കുമ്പോൾ എന്നെ പെരുമ്പിളി തിരുമേനി വിളിച്ചു ചേർത്ത അനുഭവങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ബാബായ്ക്ക് മുന്നിലുള്ള കുഞ്ഞുമക്കളെയും അല്ലെങ്കിൽ സ്നേഹത്തോടെ അടുത്ത് വരുന്നവരെയും നല്ല വളർച്ചയുടെ ഒരു നല്ല പോസിറ്റീവ് എനർജി കൊടുക്കുന്നത് ബാബായുടെ ജീവിതം തന്നെയാണ്. ശരിക്കും നമുക്കൊരു അനുഗ്രഹമല്ലേ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ബാബ അന്ന് തന്ന പ്രചോദനങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ബാബ എത്രയോ ആളുകൾക്ക് അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബേസലിൻ്റെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു, വയനാട് ആക്ടറായിട്ടുള്ള ബേസലിൻ്റെ. അപ്പോൾ ബാബ അറിയുന്നില്ല അനേകം പേർക്ക് പ്രചോദനമായി മാറുന്നത്. ബാബായുടെ ഈ നല്ല അനുഭവങ്ങൾ എന്നെപ്പോലെ അനേകർക്ക് പറയുവാനായിട്ടുണ്ടാവും. ഇനി നമ്മുടെ സഭയ്ക്കാണ് അത് പറയുവാനായിട്ടുള്ളത്. പിന്നെ തിരുമനസ്സൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയ അനുഗ്രഹമായി ബാബായുടെ ഈ ശുശ്രൂഷകൾ നമ്മുടെ സഭയ്ക്കും ഈ ദേശത്തിനുമൊക്കെ ആയി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വൈദികരുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥന ആശംസകൾ ബാബായുടെ തൃപ്പാദത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Vijayachan, for your kind and inspiring words. Now, dear brothers and sisters, comes a very special moment. Our youth association, the strength and future of our church, will present a token of love and gratitude, a memento to our beloved shepherd, His Beatitude Abun Mar Basilios Joseph the Catholicos. This presentation is not a gift, not just a gift, but a pledge from our youth to stand firm in faith,
to carry forward the traditions of our holy church and to remain united under the guidance of our spiritual father. As St. Paul reminds young Timothy, let no one despise youth, but set the believers an example in speech, in conduct, in love, in faith, in purity. With those words in our heart, let us witness the Youth Association presenting the mementos with love and devotion. അതുപോലെ തന്നെ അഭിമാനത്തോടെ ഇന്ന് ഈ യുവജന പ്രസ്ഥാനം അവരുടെ ആദ്യത്തെ സപ്ലിമെന്റ് പുറത്തിറക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട പ്രകാശനം ചെയ്ത് നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ ആത്മഹത്യയിൽ ഇറങ്ങിയിരിക്കുന്ന സംബന്ധിച്ചത്. Thank you, dear youth, for the heartfelt gesture. The highlight of today's program is hearing directly from our beloved shepherd. With great humility, deep reverence, and hearts open to receive God's message through him, let us now welcome His Beatitude Abun Mar Baselios Joseph, the Catholicos, to deliver his address, his blessings, and his call to us today. As St. Paul reminds us in Hebrew chapter 13 verses 17, obey your leaders and submit to them, for they keep watch over your souls as those who must give an account. Let us open our hearts to receive his kind words. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. നമ്മുടെ പെട്രിയാക്കൽ വികാർ അഭിമന്യ പിതാവായ തോമസ് മോർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പൊലീത്ത, നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ ജോബി മോൻ സ്കറിയ, അതുപോലെ വൈസ് പ്രസിഡൻറ്റ് ഫാദർ ജിനോ ജോസഫ്, പ്രീസ്റ്റ് സെക്രട്ടറി റവറൻഡ് ഫാദർ ബിജോയ് കാരിക്കുഴിയിൽ, നമ്മുടെ ട്രഷറർ മിസ്റ്റർ സുനിൽ ഗിവർഗീസ്, പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷൻ സൺഡേ സ്കൂൾ സമാജം ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കൗൺസിൽ മെമ്പേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കൈക്കുഞ്ഞുങ്ങളുമായി പല ഇടങ്ങളിലുമുള്ള കൗണ്ടിയിൽ നിന്നും അനേകം ആളുകളാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. എനിക്ക് 40 വർഷം മുമ്പ് ഇങ്ങനെയൊരു ഗ്യാതറിങ് അയർലൻഡിൽ ഉണ്ടാകുമെന്ന് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ അറിവില്ലായിരിക്കാം, 88-ൽ ഞാൻ ഡബ്ലിനിൽ പഠിക്കാൻ വരുമ്പം മലയാളികൾ തന്നെ ഉണ്ടായിരുന്നില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുർബാന ചെല്ലാൻ സാധിക്കുകയുള്ളൂ. കത്തോലിക്ക സഭയിലൊക്കെ അച്ഛന്മാർക്ക് അവർക്ക് തന്നെ കുർബാന ചെല്ലാം, ആരും കൂടെ ഇല്ലെങ്കിലും പ്രശ്നമില്ല. എന്നാൽ നമ്മളുടെ കുർബാന അങ്ങനെയല്ല, ഒരാളെങ്കിലും മിനിമം വേണം. മാത്രവുമല്ല അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകണം. അങ്ങനെയാണ് ലണ്ടൻ പട്ടണത്തിൽ ഒരു വിശുദ്ധ കുർബാന ചെല്ലാനൊരു സാഹചര്യമുണ്ടായി. അത് ഒരു വലിയ തുടക്കമായിരുന്നു യൂറോപ്പിൽ ആകമാനം. നമ്മുടെ അയർലൻഡിലും UK യിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റീസിൻ്റെ വളർച്ചയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും കൂടുതലായി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരുടെ സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വന്നതും അവരുടെ അവസരങ്ങൾ വർദ്ധിച്ചതുമാണ് യഥാർത്ഥത്തിൽ ഇവിടെയെല്ലാം സുറിയാനി സഭയ്ക്ക്, യാക്കോബായ സുറിയാനി സഭയ്ക്ക് വളർച്ചയുണ്ടായിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പം വളരെ
ശ്രമകരമായ ശുശ്രൂഷയാണ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. കൂടുതൽ സമയവും ജോലി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും മൈഗ്രൻസായിട്ട് വരുന്നവർക്ക് ഇവിടുത്തെ ജീവിത ചെലവുകളും ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സും അതുപോലെ തന്നെ നാട്ടിലെ കാര്യങ്ങൾ ഒക്കെ ക്രമപ്പെട്ടു വരണം. അങ്ങനെ നോക്കുമ്പം കൂടുതൽ സമയം ജോലി ചെയ്യണം, ഓവർ ടൈം ചെയ്യണം, അങ്ങനെയുള്ള പല പരിമിതികളുണ്ട്. ഒരു കുടുംബമായി വിദേശ രാജ്യങ്ങളിൽ നല്ല ഒരു ജീവിതം നയിക്കണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നമ്മുടെ വിശ്വാസി സമൂഹം അയർലൻഡിലും UK യിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ അനുഗ്രഹകരമായ നിലയിൽ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ അവരോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധ്യം, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയേണ്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാൽവേ പള്ളിയിൽ പറയുകയുണ്ടായി, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നീൽ ആംസ്ട്രോങ്, അദ്ദേഹം തിരുവല്ലയിൽ മരമൺ കൺവെൻഷനിൽ വന്നൊരു പ്രസംഗം നടത്തി. നീൽ ആംസ്ട്രോങ്ങിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹമാണ് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയത്. അദ്ദേഹം പ്രസംഗിച്ചു മരമൺ കൺവെൻഷനിലെ മണൽത്തരിയിൽ ആ പമ്പ നദീതീരത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനസമൂഹത്തെ നോക്കി അദ്ദേഹം പറഞ്ഞു, ചന്ദ്രനിൽ കാലുകുത്തുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. എന്നാൽ അതിലും മഹത്തരമായ ഒരു കാര്യമെന്ന് പറയുന്നത് മനുഷ്യരോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് പമ്പ നദീതീരത്ത് കാണാൻ സാധിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ദൈവത്തോടൊപ്പം നടക്കുന്ന മനുഷ്യരോടൊപ്പം നടക്കുന്ന ദൈവം, ഈ ഒരു കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതം നമുക്ക് വെച്ച് നീട്ടിത്തരുന്നത് ഒരുപിടി പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെയാണ്. എന്നാൽ ഇതിനെയെല്ലാം എത്രമാത്രം ശാന്തതയോടുകൂടിയാണ് നമ്മുടെ സഹോദരിമാർ, അവരുടെ കുടുംബങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപ തന്നെയാണ്. ഞാൻ അച്ഛനായിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ കത്തീഡ്രലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടം എന്നുള്ള നിലയിൽ അയർലൻഡിൽ വളരെ പ്രസിദ്ധമാണ് ഈ പ്രദേശം. എന്നാൽ പിന്നീട് ഈ പ്രദേശം കൂടുതലായി അനേകം തീർത്ഥാടകർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഒഴുകിയെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറ്റപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. കൃപയുടെ ഉറവിടവും കൃപയുടെ ഉറവയുമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ, സാന്നിധ്യത്തിലൂടെ ഈ പുണ്യപ്പെട്ട ഭൂമിയിൽ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒത്തിരി പ്രാവശ്യം ആഗ്രഹിച്ചു ഇവിടെ വന്നൊരു ദിവ്യബലി അർപ്പിക്കണമെന്ന്. അതിനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യാൻ ഇവിടെ അഭിവന്യ തിരുമേനിക്ക് മുമ്പുണ്ടായിരുന്ന തിരുമേനിമാരൊക്കെ പരിശ്രമിച്ചു. ബഹുമാനപ്പെട്ട ജിനോവച്ചൻ അതിനുവേണ്ടി പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും എനിക്ക് വന്നു ചേരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ പ്രാവശ്യം ലണ്ടൻ UK യിലെ ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അഭിവന്യ തിരുമേനി വളരെ വേഗം തന്നെ ആ കാര്യം എന്നെ അറിയിക്കുകയും അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ ഇവിടെ ഒരു ദിവ്യബലി അർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്തു തരുമ്പോൾ അതെൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലൊരാഗ്രഹം സഫലമായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലും ദൈവാനുഭവത്തിലുമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുവാനുള്ള ഭാഗ്യമുണ്ടായ പരിശുദ്ധ അമ്മയാണ് നിറമനസ്സോടുകൂടി ഇവിടെ നമുക്ക് മുമ്പിൽ നമ്മോടൊപ്പം ഇവിടെ സന്നിഹിതയായിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എത്രമാത്രം കൃപാകടാക്ഷം, എത്രമാത്രം ദൈവകൃപയുടെ പ്രവാഹം നമ്മൾ വിനീതമായി വിനയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. മാതൃത്വത്തിൻ്റെ മഹത്തരമായ മാതൃക എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയുള്ള കരുതലാണ്. അതുകൊണ്ട് തന്നെ അമ്മമാർക്ക്, കുടുംബങ്ങൾക്ക്, കുടുംബനാഥന്മാർക്ക്, മക്കൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് പരിശുദ്ധ അമ്മയും തിരുക്കുടുംബവും. ആ തിരുക്കുടുംബം നമുക്ക് പറഞ്ഞു തരുന്ന വലിയ സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. താഴ്മ ധരിച്ചുകൊണ്ടും വിനയത്തിൻ്റെ മാതൃകയായിക്കൊണ്ടും ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുവാനുള്ളതായ ഭാഗ്യം ലഭിക്കുമ്പോഴും അമ്മ എത്രമാത്രം വിനയപ്പെട്ടു എന്നുള്ളത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ മറിയാമിൻ്റെ പാട്ടിലൂടെ നമുക്ക് വെളിപ്പെട്ട് വരുന്നതാണ്. എല്ലാറ്റിനും കാരണഭൂതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അമ്മയെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഒക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയുവാനുള്ള ഒരു സാധ്യതയും അത് കണ്ടെത്തുവാനുള്ള അന്വേഷണവുമാണ് യഥാർത്ഥത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും മധ്യസ്ഥതയിലൂടെയും നമ്മളും അനുവർത്തിക്കേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാകാൻ നിർബന്ധമൊന്നുമില്ല. എൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ കൂടി ഇഷ്ടമായി മാറ്റപ്പെടുമ്പോഴാണ് പൂർണ്ണത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലാതുള്ള ഇഷ്ടങ്ങൾ ഒരു പക്ഷേങ്കിൽ ശാശ്വതമായിരിക്കണമെന്നൊന്നുമില്ല. ഇവിടെയാണ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥതയിലൂടെ പരിശുദ്ധ അമ്മ മക്കൾക്ക് വേണ്ടിയുള്ള കരുതൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ യാചന നടത്തുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതം നമ്മോടൊപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്ര കൂടുതൽ സുഗമമായിരിക്കും, സുഖകരമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജീവിത വഴികളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതും ബോധ്യപ്പെട്ടിട്ടുള്ളതും നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതും. അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് 8 നോയമ്പ് പെരുന്നാൾ ഒരു കാനോനിക നോയമ്പ് അല്ലെങ്കിൽ കൂടിയും മറ്റ് കാനോനിക നോയമ്പുകളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ദൈവമക്കൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കൂടുതൽ വ്രതനിഷ്ഠയോടും വെടിപ്പോടും വിശുദ്ധിയോടും നോയമ്പോടും പ്രാർത്ഥനയോടും കൂടി അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളും നമുക്ക് മുന്നമേ അറിയുന്ന ഒരമ്മ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥയായിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയോടുള്ളതായ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഏറ്റവും വലിയ ശക്തിയായി, ധൈര്യമായി, ബലമായി നമുക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഒരു പക്ഷേങ്കിൽ എനിക്ക് മുന്നമേ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെയാണ് പരിശുദ്ധ അമ്മ മനുഷ്യൻ്റെ ജീവിതത്തിലെ കുടുംബങ്ങളിലെ കുറവുകൾ, അവരുടെ സാധ്യതകൾ ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധി മധ്യസ്ഥത യാചിക്കുന്ന ഒരനുഭവമാണല്ലോ കനാവിലെ കല്യാണ വിരുന്നിലൂടെ നമുക്ക് ബോധ്യം. അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിറസാന്നിധ്യമായി മാറ്റപ്പെടുമ്പോഴാണ് തമ്പുരാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളും ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങളും ഒക്കെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്ന അമ്മ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ മാത്രമാണ്. എത്രമാത്രം കഷ്ടപ്പാടിലൂടെയും സഹനത്തിൻ്റെ പാതയിലൂടെ നടന്ന് നീങ്ങിയവളാണ് പരിശുദ്ധ അമ്മ എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ സഹനത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് തന്നെയാണ്. കാൽവറിയിൽ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ പാതകളെ സഹിഷ്ണുതയോടുകൂടി സന്തോഷത്തോടുകൂടി അതിനെ അഭിമുഖീകരിക്കുവാൻ, അതിലൂടെ യാത്ര ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോൾ നമുക്കായി കൃപയുടെ പ്രവാഹം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മിലേക്ക് വന്നു ചേരുക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ദൈർഘ്യമേറിയ ശുശ്രൂഷയ്ക്ക് ശേഷം വളരെ ദൂരം യാത്ര ചെയ്താണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റേതായ ക്ഷീണമുണ്ട് എന്ന് എനിക്കറിയാം. നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു കൂടിവരവിൽ ഇത്രയും കുടുംബങ്ങൾ ഇവിടെ വന്നു ചേർന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയായിട്ട് ഞാനതിനെ കാണുന്നു. സഭ എത്രമാത്രം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വളർച്ചയുണ്ടാകുന്നു, വലിമപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. എല്ലാവരും ജോലി തേടി പ്രവാസികളായി അല്ലെങ്കിൽ
കുടിയേറ്റക്കാരായി മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ആരാധിക്കുവാൻ, ദൈവത്തെ അറിയുവാൻ, സഭയുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ, സഭയുടെ ആരാധന കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ളതായ പരിശ്രമം നടത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പരിശുദ്ധ സഭയോടുള്ളതായ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി, സാക്ഷ്യമായി ഞാനതിനെ കാണുന്നു. നിങ്ങളോട്, ഓരോ കുടുംബങ്ങളോടും എത്രമാത്രം പരിശുദ്ധ സഭ സ്നേഹപൂർവ്വം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ഇതൊന്നും അത്ര എളുപ്പം സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്തെല്ലാം പ്രയോറിറ്റീസ് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ജീവിതത്തിലെ പ്രയോറിറ്റീസ്, അതിൽ ഏറ്റവും കൂടുതലായുള്ള പ്രയോറിറ്റി ആത്മീയ കൂട്ടായ്മകൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ദൈവം കൂടെ നടക്കുന്ന, നമ്മോടൊപ്പം ദൈവം നടക്കുന്ന, നമ്മിലൂടെ ദൈവം നടത്തപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിൻ്റെ പാന്താവിലൂടെയാണ് നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്നതെന്ന് തന്നെയാണ്. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, സുവിശേഷീകരണത്തിലൂടെ, ദിവ്യ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ഒക്കെ നമുക്ക് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ, ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ പര്യാപ്തമായിട്ടുള്ളതൊക്കെ തന്നെയാണ്. ലോക ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ പൂർണ്ണമായും അകപ്പെട്ടു പോകാതെ സമയം കണ്ടെത്തി ആരാധനയിലൂടെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തുകയും കൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും സംശുദ്ധമായ ജീവിതം നയിക്കുവാനും കുടുംബാന്തരീക്ഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും വിശുദ്ധവുമാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാനും ഓരോ കുടുംബങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തിരുക്കുടുംബം എപ്പോഴും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടാകണം. അവിടെ ഒരു പിതാവുണ്ടായിരുന്നു, അവിടെ ഒരു അമ്മയുണ്ട്, അവിടെ ഒരു ബാലനുണ്ട്, ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ നടമാടിയിരുന്നതായ സ്നേഹവും സൗഹൃദവും എത്രമാത്രം ശ്രേഷ്ഠതരമായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതൊക്കെ തന്നെയാണ്. അപകടഘട്ടങ്ങൾ വരുമ്പോൾ, വിമർശനങ്ങൾ വരുമ്പോൾ, മരണം വാതിക്കൽ മുട്ടിവിളിക്കുമ്പോൾ അവിടെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു വിശുദ്ധനായ പിതാവിനെ, സംരക്ഷകനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഷ്ടതകളിൽ കൂടെ സഹനത്തിൻ്റെ വഴികളിൽ ആ വഴികളെ ഒപ്പം നിന്നുകൊണ്ട് പങ്കുവയ്ക്കുവാനും സുരക്ഷിതത്വം കൊടുക്കുവാനുമുള്ള ഉത്തരവാദിത്വമുള്ളൊരു പിതാവിനെ നാം ഇവിടെ കാണുന്നുണ്ട്. സമൂഹ മധ്യത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുവാനല്ല, അവിടെ ചേർത്ത് നിർത്തുവാനും ചേർന്ന് നിൽക്കുവാനും പ്രൊട്ടക്ഷനായി ചേർന്ന് നിൽക്കുവാനും ഒരു വിശുദ്ധനായ പിതാവിൻ്റെ, സംരക്ഷകൻ്റെ കവചം അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം അമ്മയുടെ മധ്യസ്ഥത യാചിക്കുമ്പോൾ തന്നെ പരിശുദ്ധനായ യോസേഫ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടേണ്ടിയിരിക്കുന്നു. തിരുകുടുംബം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആർദ്രമായ ഭാവമുള്ള കുടുംബ അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്. അമ്മ വീട്ടിലുണ്ടാകണം, അമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കനാവിലെ കുടുംബം നമുക്ക് വലിയ ഒരു സാധ്യതയാണ് തുറന്നു തരുന്നത്. എത്രമാത്രം പ്രയാസകരമേറിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാവുന്ന ഒരു കുടുംബത്തിലെ സൗഹൃദ അന്തരീക്ഷം, ആഘോഷത്തിൻ്റെ അന്തരീക്ഷം, അതിനെ അവർ പോലും അറിയാതെ മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ മാറ്റം വരുത്തിയ ഒരു മാറ്റത്തിൻ്റെ ഒരു അടയാളം, അത്ഭുതമാണ് നമുക്കിവിടെ കാട്ടിത്തരുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നാം അറിയാതെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, ജീവിതത്തിലൊക്കെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാനുള്ളതായ മനസ്സുള്ളവരായി നാം മാറ്റപ്പെടും. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ആരാധനയിലൂടെ ഈ സാന്നിധ്യബോധം നഷ്ടപ്പെടാതെ നാം തുടർന്നും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം. നീൽ ആംസ്ട്രോങ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമുക്ക് പല വലിയ കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടാകാം. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നൊരു മനുഷ്യൻ പറയണമെങ്കിൽ ചന്ദ്രനിലൂടെ നടന്ന വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ ദൈവം ഈ മണപ്പുറത്തൂടെ മനുഷ്യൻ്റെ കൂടെ നടക്കുന്നുവെന്ന് പറയുന്നതും കാണുന്നതുമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം എത്ര കണ്ട് വലുതായാലും, നാം എത്ര കണ്ട് നേട്ടങ്ങളുടെ പട്ടിക നമുക്ക് നിരത്തി വയ്ക്കാൻ സാധിച്ചാലും ദൈവം നമ്മോട് കൂടെയുണ്ട്, നാം ദൈവത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതായ ബോധ്യം വ്യക്തിയായും കുടുംബമായും സമൂഹമായും നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിലെത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമുള്ള ഈ പുണ്യപ്പെട്ട ഇടത്തിൽ ഒരുമിച്ച് നമുക്ക് കൂടുവാൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനം, അവിടെയെല്ലാം ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരിക്കണം.
എൻ്റെ ഇഷ്ടത്തിന് മാത്രം നാം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവശബ്ദം കേൾക്കുവാനായിട്ടുള്ള കേൾവി നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പിതാക്കന്മാരും പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം ആത്മീയമായ തീഷ്ണതയോടുകൂടി വിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടുകൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കോട്ടയും കാവലും അഭയവുമായി കൂടെയിരുന്ന വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഒരുമിച്ച് കൂടി കാണാൻ സാധിച്ചുള്ള സന്തോഷം നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പങ്കുവയ്ക്കുന്നു. നമ്മുടെ ആരാധന സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന ആരാധനയ്ക്ക് തുല്യമായിട്ടുള്ള ആരാധന തന്നെയാണ്. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയപ്പെട്ട ഗായക സംഘത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഞാൻ ഗാൽവയിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് പോരുമ്പോൾ ശക്തമായ മഴയായിരുന്നു. ഞാൻ അച്ഛന്മാരോട് പറയുകയുണ്ടായി, ഞാൻ പണ്ടും ഇവിടെ യൂറോപ്പിലുള്ളപ്പോൾ അയർലൻഡിലുള്ളപ്പോൾ അവർ പറയാറുണ്ട്, വി ക്യാൻ വിറ്റ്നസ് 4 സീസൺസ് ഇൻ 1 ഡേ. ഒരു ദിവസം തന്നെ 4 കാലാവസ്ഥയും നമുക്കറിയാനായിട്ട്. രാവിലെ ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരുന്നു, രാവിലെ മഴയുണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞ് വീണ്ടും മഴ വന്നു, വീണ്ടും വെയിൽ വന്നു. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥയെല്ലാം മഞ്ഞൊഴിച്ചല്ല സ്നോ ഒഴിച്ച് എല്ലാ കാലാവസ്ഥയും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അത് അയർലൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല മനുഷ്യരാണ് അയർലൻഡിലുള്ളവർ. പക്ഷേ അയർലൻഡിൻ്റെ ബൗണ്ടറീസൊക്കെ തുറന്നു, യൂറോപ്യൻ യൂണിയനായി, പലയിടത്തും നമ്മൾ അനേകം ആളുകളുടെ വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അല്പം ജാഗ്രതയുള്ളവരും മാറ്റത്തിൻ്റെ ഗതിവിഗതികൾ ബോധ്യമുള്ളവരും എത്രമാത്രം അയർലൻഡിനെ കുറിച്ചുള്ളതായ മാറ്റത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യത്തിലുമാണ് മുന്നോട്ടുള്ള നമ്മുടെ ഓരോ നീക്കങ്ങളും നമ്മൾ നടത്തേണ്ടതെന്ന് സാന്ദർഭികമായിട്ട് ഈ സമയത്ത് നിങ്ങളോട് പറയട്ടെ. ചിലരൊക്കെ ചില സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ പങ്കുവെക്കുകയുണ്ട്. അതൊന്നും ശാശ്വതമായ ഒന്നായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നല്ല മനുഷ്യരാണ്, നല്ല രാജ്യമാണ്, നല്ല നിയമങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇവിടുത്തെ നിയമങ്ങളോടും നിയമാവലിയുടെ സംസ്കാരത്തോടും അനുരൂപപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഒരു രാജ്യത്ത് വന്ന് പ്രവാസികളായി അല്ലെങ്കിൽ മൈഗ്രൻ്റായി താമസിക്കുമ്പോൾ നമ്മുടെ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നതോട് തെറ്റൊന്നുമില്ല. നമ്മുടെ സംസ്കാരം ഇവിടെ പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു പക്ഷേങ്കിൽ ഇവിടുത്തെ രാജ്യത്തുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരികയില്ല. ശാന്തമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളവർ. ഇവിടുത്തെ കൃഷിയിടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടുത്തെ കൃഷിക്കാർ മെജോറിറ്റി കൃഷിക്കാരാണ്. ഇവിടെ മറ്റ് രീതിയിലുള്ളതായ ഡെവലപ്മെൻറ്റ്സ് ഉള്ള ഒരു രാജ്യമൊന്നുമല്ല. ഡയറി പ്രോഡക്ട്സ് വളരെ പ്രധാനമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ സ്വൈര്യമായി സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യം. ഇവിടെ നമുക്കും അവരോടൊപ്പം ചേർന്ന് നിന്ന് സ്വൈര്യമായും സ്വസ്ഥമായും സമാധാനത്തോടെയും ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരു നാട് തന്നെയാണ് അയർലൻഡ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് നിങ്ങൾക്ക് നേരുന്നു, നിങ്ങളുടെ ഈ രാജ്യത്തിന് നേരുന്നു. ഇവിടെ വരുവാനും ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാനും സാധിച്ചതായ ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതും വളരെ സന്തോഷപ്രദവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതലിനായി പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ എനിക്കുള്ള ഒരു ആദരവാണ് ഇവിടെ നടക്കുന്നത്. നിശ്ചയമായിട്ടും അനേകം ഇടങ്ങളിൽ എല്ലാവരുടെയും സ്നേഹവും ആദരവും അതുപോലെ തന്നെയുള്ള സ്വീകരണവുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ലഭിക്കുന്ന ഈ ആദരവിനും സ്വീകരണത്തിനും അക്സെപ്റ്റൻസിനും ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് നന്ദി പറയുന്നു. ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് മുതൽക്ക് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അത് സഭയ്ക്ക് നൽകുന്നതായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഇവിടെ എല്ലാവരും പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 1+ ഗോഡ് ഈസ് ആൻ ആർമി എന്നാണ് പെരുമ്പഴ തിരുമേനി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേങ്കിൽ എൻ്റെ ബലഹീനതയിൽ എനിക്ക് ബലം നൽകുന്നതും ശക്തിപ്പെടും ദൈവമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയൊരു കവചം കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധനായ പെരുമ്പഴ കൊച്ചു തിരുമേനി മധ്യസ്ഥ എപ്പോഴും കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഭയ്ക്ക് എൻ്റെ സഹോദരൻ മെത്രാപ്പൊലീത്തന്മാരോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം വിശ്വാസി സമൂഹത്തോടൊപ്പം നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നുമില്ലായ്മയിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പോയി എന്ന് കരുതിയ സന്ദർഭത്തിൽ അവിടെ നിന്നെല്ലാം സഭയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും ആശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. ഞാൻ സ്ഥാനമേറ്റ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. ഇവിടെയുള്ള വിശ്വാസി സമൂഹത്തിന് നിരന്തരമായ പ്രാർത്ഥനയും കണ്ണുനീരുമാണ്, പിതാക്കന്മാരുടെ മധ്യസ്ഥതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സഭയ്ക്ക്
എന്തെങ്കിലുമൊക്കെ ആശ്വാസമായി നമുക്ക് തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതിയ പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ മുഴുവൻ ക്രിസ്തീയ കമ്മ്യൂണിറ്റി സമൂഹവും ഇതര സമുദായങ്ങളും അതുപോലെ എല്ലാവരും നമുക്കൊപ്പമുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തലായിരുന്നു ഞാൻ മെത്രാപ്പോലത്തെ കത്തോലിക്കയായി വന്നതിന് ശേഷമുള്ള ഓരോ സന്ദർഭങ്ങൾ നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട്. അതെല്ലാം സഭയെ ബലപ്പെടുത്തുന്നതായി, സഭയെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നതിനും മഹത്വീകരിക്കുന്നതിനും പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് ദൈവം എന്നിൽ അർപ്പിച്ചിട്ടുള്ളതായി, പരിശുദ്ധ സിംഹാസനം എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വത്തെ കൂടുതൽ പൂർണ്ണ മനസ്സോടും കൂടുതൽ വിനീത ഹൃദയനായും എളിമയോടുകൂടിയും അത് തുടർന്ന് നിർവഹിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങളുടെ കരുതലിനും സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രത്യേകമായ കരുതലിനും പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എൻ്റെ ഈ യാത്രയിൽ കൂടെ ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.